ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. KTUവിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ള 5th മൊഡ്യൂളിൻ്റെ Z ട്രാൻസ്ഫോം ബേസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സോൾവ് ചെയ്യാൻ പോകുന്നത്. KTU ഡിസംബർ 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോൾവ് ദ ഫോളോയിങ് ഡിഫറൻസ് ഇക്വേഷൻ യൂസിങ് Z ട്രാൻസ്ഫോം. ഇതുപോലെ ഒരു ഡിഫറൻസ് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട് ആൻഡ് x ഓഫ് n-ന്റെ വാല്യൂവും നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ സോൾവ് ചെയ്യാനാണ് പറയുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് y ഓഫ് n-ന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി വരുന്നത്. ആൻഡ് അതിൽ തന്നെ C പാർട്ടിൽ ചോദിച്ചിട്ടുള്ളതാണ് എസ്റ്റാബ്ലിഷ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ആൻഡ് Z ട്രാൻസ്ഫോം. സോ ഇത് നമുക്ക് ഫസ്റ്റ് 7A ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് ഒന്ന് നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? y ഓഫ് n is equal to, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാലിസിസ് ഓഫ് LTI സിസ്റ്റം യൂസിങ് Z ട്രാൻസ്ഫോം ആണ്. നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ കണ്ട പോലെ തന്നെയാണ് Z ട്രാൻസ്ഫോമിനകത്തുള്ള LTI സിസ്റ്റത്തിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ്? ദാറ്റ് ഇസ് y ഓഫ് z is equal to x ഓഫ് z ഇൻറ്റു h ഓഫ് z ആണ്. ഇതിൽ നിന്ന് നമുക്ക് h ഓഫ് z എങ്ങനെ എഴുതാം? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് y ഓഫ് z ഡിവൈഡഡ് ബൈ x ഓഫ് z. സോ ഈ ഒരു സിസ്റ്റം ഇങ്ങനെയാണ് നമ്മൾ LTI സിസ്റ്റത്തിൻ്റെ അനാലിസിസ് ചെയ്തിരുന്നത്. സോ ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സോ നമുക്കിവിടെ തന്നിട്ടുള്ള എന്താണ്? ടൈം ഡൊമൈനിലാണ് സിഗ്നൽസ് തന്നിട്ടുള്ളത്. സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? Z ട്രാൻസ്ഫോം കാണണം. സോ ഈ ഒരു എക്സ്പ്രഷൻ്റെ Z ട്രാൻസ്ഫോം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? y ഓഫ് n-ന്റെ Z ട്രാൻസ്ഫോം എന്താണ്? y ഓഫ് z. നെക്സ്റ്റ് എന്താണ്? 7yn-1 ആണ് വരുന്നത്. 7 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. y ഓഫ് n-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അവിടെ ടൈം ഷിഫ്റ്റിംഗ് ആണ് നടക്കുന്നത്. നമ്മൾ Z ട്രാൻസ്ഫോമിന്റെ പ്രോപ്പർട്ടീസിൽ പഠിച്ചിരുന്നു. സപ്പോസ് x ഓഫ് n-m ആണെങ്കിൽ Z ട്രാൻസ്ഫോമിൽ z റേസ് ടു മൈനസ് m എന്നുള്ള ഫോമിലാണ് വരിക. സോ അതേപോലെ തന്നെ ഇവിടെ y ഓഫ് n-1 ആണെങ്കിൽ z റേസ് ടു -1 ഇൻറ്റു y ഓഫ് z ആണ് നമുക്ക് അവിടെ കിട്ടുക. മൈനസ് 12 ഇൻറ്റു y ഓഫ് n-2 ആണെങ്കിൽ എന്താണ് വരിക? z റേസ് ടു -2 ആണ് ഇവിടെ ഷിഫ്റ്റിംഗ് വരുന്നത്. സോ സെറ്റ് ടു ദ പവർ -2 ഇൻറ്റു y ഓഫ് z പ്ലസ് നെക്സ്റ്റ് 2 ഇൻറ്റു എക്സ് ഓഫ് n-ന്റെ Z ട്രാൻസ്ഫോം ആണ് x ഓഫ് z മൈനസ് ഇവിടെ ഷിഫ്റ്റിംഗ് വരുന്നത് -2 ആണ്. സോ സെറ്റ് ടു ദ പവർ -2 ഇൻറ്റു എക്സ് ഓഫ് z ആണ് നമുക്ക് കിട്ടുക. ഇനി ഞാനിതിൽ ചെയ്യാൻ പോകുന്നത് ഇവിടെ y ഓഫ് z-ന്റെ 2 ടേം ഉണ്ട്. ഇതിനെ ഞാൻ ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ് ആൻഡ് ടേക്കിംഗ് y ഓഫ് z ഔട്ട് സൈഡ്. സോ y ഓഫ് z ഞാൻ ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? ഫസ്റ്റ് ടേം 1 ആണ്. ഇത് ഇപ്പുറത്ത് വരുമ്പോൾ -7 z റേസ് ടു -1. ഇത് ഇപ്പുറത്ത് വരുന്ന സമയത്ത് പ്ലസ് 12 z റേസ് ടു -2 ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് x ഓഫ് z-ന്റെ 2 ടേം ഉണ്ട്. സോ ഐ എം ടേക്കിംഗ് x ഓഫ് z ഔട്ട് സൈഡ്. സോ എന്ത് കിട്ടും? 2 മൈനസ് z റേസ് ടു -2 ആണ് നമുക്ക് കിട്ടുക. നൗ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? y ഓഫ് z ഡിവൈഡഡ് ബൈ x ഓഫ് z കാണാമല്ലോ. സോ ഐ എം ടേക്കിംഗ് y ഓഫ് z ഹിയർ. സോ y ഓഫ് z ഡിവൈഡഡ് ബൈ x ഓഫ് z. ദിസ് ഇസ് നത്തിങ് ബട്ട് h ഓഫ് z. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി ഈ ടേമിനെ ഞാൻ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ 2 മൈനസ് z റേസ് ടു -2 ഡിവൈഡഡ് ബൈ 1 മൈനസ് 7 z റേസ് ടു -1 പ്ലസ് 12 z റേസ് ടു -2. ഓക്കെ, ദിസ് ഇസ് നത്തിങ് ബട്ട് h ഓഫ് z. നമുക്ക് ക്വസ്റ്റ്യനിൽ x ഓഫ് n തന്നിട്ടുണ്ട്. എന്താണ്? x ഓഫ് n ഇസ് ഈക്വൽ ടു u ഓഫ് n. അങ്ങനെയാണെങ്കിൽ x ഓഫ് z എന്തായിരിക്കും? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് z ഡിവൈഡഡ് ബൈ z -1. നമുക്കറിയാം y ഓഫ് z-ന്റെ എക്സ്പ്രഷൻ എന്താണ്? ദാറ്റ് ഇസ് x ഓഫ് z ഇൻറ്റു h ഓഫ് z. x ഓഫ് z എന്താണ്? ദിസ് വൺ, z ഡിവൈഡഡ് ബൈ z -1 ഇൻറ്റു h ഓഫ് z എന്താണ്? 2 മൈനസ് z റേസ് ടു -2 ഡിവൈഡഡ് ബൈ 1 മൈനസ് 7 z റേസ് ടു -1 പ്ലസ് 12 z റേസ് ടു -2. ഇതിൽ ഈ എക്സ്പ്രഷൻ z-ലും ഇതിൽ നമുക്ക് z റേസ് ടു മൈനസ് എന്നുള്ള ഫോം ഉള്ളത് കാരണം രണ്ടിനെയും കൂടെ ഒരേ ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിൽ മാത്രം ഞാൻ z സ്ക്വയറിനെ മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ചെയ്യാണ്.
സോ ഇവിടെ ഞാൻ z² ഡിവൈഡഡ് ബൈ z² ചെയ്യുന്ന സമയത്ത് എൻ്റെ ഈ എക്സ്പ്രഷൻ എങ്ങനെ മാറും? ദിസ് ഈസ് ഈക്വൽ ടു z ഡിവൈഡഡ് ബൈ z മൈനസ് 1 ഇൻ ടു z² കൊണ്ട് ചെയ്യുമ്പോൾ 2z² മൈനസ് 1 ഡിവൈഡഡ് ബൈ z² മൈനസ് 7 പ്ലസ് 12. ഇനി നമുക്കിതിനെ കോമൺ ആക്കി എടുക്കാം. സോ z ഇൻറ്റു 2z² മൈനസ് 1 ഡിവൈഡഡ് ബൈ z മൈനസ് 1 ഇൻറ്റു ഈ ടേമിനെ നമുക്ക് എങ്ങനെ മാറ്റാം? z മൈനസ് 3 ഇൻറ്റു z മൈനസ് 4 എന്നാക്കാം. സോ z മൈനസ് 3 ഇൻറ്റു z മൈനസ് 4. സോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് നമ്മൾ z ട്രാൻസ്ഫോമിൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രൊസീജിയർ യൂസ് ചെയ്യാറുണ്ട്. ദിസ് ഈസ് നത്തിങ് ബട്ട് y ഓഫ് s. ഓക്കെ, ഇതിൽ നമ്മൾ ചെയ്യുക പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു z-നെ നമ്മൾ ഇതിൻ്റെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരും. ദാറ്റ് ഈസ് y ഓഫ് s ഡിവൈഡഡ് ബൈ z ഈസ് ഈക്വൽ ടു 2z² മൈനസ് 1 ഡിവൈഡഡ് ബൈ z മൈനസ് 1 ഇൻറ്റു z മൈനസ് 3 ഇൻറ്റു z മൈനസ് 4. This will be equal to a divided by z minus 1 plus b divided by z minus 3 plus c divided by z minus 4. Okay, ഇതിൽ നമ്മൾ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ വാല്യൂസ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ z, ദിസ് ഈസ് നത്തിങ് ബട്ട് y ഓഫ് z ഡിവൈഡഡ് ബൈ z. ഈ z-നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/6 ഇൻറ്റു z ഡിവൈഡഡ് ബൈ z മൈനസ് 1 മൈനസ് 17/2 ഇൻറ്റു z ഡിവൈഡഡ് ബൈ z മൈനസ് 3 പ്ലസ് 31/3 into z divided by z minus 4. Z divided by z minus 1 ന്റെ inverse z transform എന്താണ്? That is nothing but u of n. അല്ലേ? So 1/6 u of n minus 17/2 z by z minus 3 ടെയോ 3 raised to n plus next 31/3 z by z minus 4 ണ്ടതോ 4 raised to n u of n. ഇവിടെയും u of n വരുന്നുണ്ട്. ദിസ് ഈസ് ദ ആൻസർ. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നതാണ്. സെക്കൻഡ് വൺ ആണ് ചോദിച്ചിട്ടുള്ളത്, എസ്റ്റാബ്ലിഷ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ആൻഡ് z ട്രാൻസ്ഫോം. ഇത് നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോസിൽ കണ്ടിട്ടുള്ളതാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ ഡെറിവേഷൻ മാത്രമാണ് അതിൽ വരുന്നത്. ഓക്കെ, ആ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള മറ്റു 2 ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഫൈൻഡ് ദ z ട്രാൻസ്ഫോം ആൻഡ് ROC ഓഫ് ദ ഫോളോയിങ് സീക്വൻസ്. സോ നമുക്കിവിടെ 4 സിഗ്നൽസുകൾ തന്നിട്ടുണ്ട്. അതിന്റെ z ട്രാൻസ്ഫോം കാണാനാണ് പറയുന്നത്. ഇതിൽ നമ്മൾ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്തതാണ്. സോ അതിന്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ഓഫ് n ആണ്. കോമൺ സിഗ്നൽസ് ഓഫ് z ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തതിനകത്ത് ഇതിന്റെ എക്സ്പ്രഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 1 ആൻഡ് ദ ROC ഈസ് ദ എൻറ്റയർ z പ്ലെയിൻ. ഓക്കെ, ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 raised to n u of n ആണ്. ഇതിൽ a raised to n u of n എന്ന് പറഞ്ഞതിൽ എക്ക് പകരം ഇവിടെ 2 ആണ് നമുക്ക് വരുന്നത്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് z ഡിവൈഡഡ് ബൈ z മൈനസ് 2 ആൻഡ് അതിന്റെ ROC എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് z ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് 2. അതാണ് നമ്മൾ കണ്ടിരുന്നത്. ഓക്കെ, ഈ 2 എണ്ണം ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതൊന്ന് കണ്ടു നോക്കുക അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത്. തേർഡ് വൺ ഈസ് ഓൾസോ ആൻ ഈസി വൺ. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. u of n മൈനസ് u of n മൈനസ് 3 ആണ് നമ്മളവിടെ കാണുന്നത്.
സോ ഇതിൻ്റെ Z ട്രാൻസ്ഫോം എടുക്കുകയാണെങ്കിൽ Z ട്രാൻസ്ഫോം ഓഫ് U ഓഫ് n ദെൻ മൈനസ് Z ട്രാൻസ്ഫോം ഓഫ് U ഓഫ് n മൈനസ് 3 ആണ് നമുക്കവിടെ വരുന്നത്. Z ട്രാൻസ്ഫോം ഓഫ് U ഓഫ് n എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ദാറ്റ് ഇസ് Z ഡിവൈഡഡ് ബൈ Z മൈനസ് 1 ആണ്. മൈനസ് സെക്കൻഡ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ ഷിഫ്റ്റിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത്. സോ Z ട്രാൻസ്ഫോമിൽ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി നമ്മൾ കണ്ടതിനകത്ത് കണ്ടിരുന്നു. ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അവിടെ വരിക, Z റേസ് ടു മൈനസ് 3, ഇവിടെ മൈനസ് 3 ആണ് വരുന്നത്. എക്സ് ഓഫ് Z എന്ന് പറയുന്നത് Z ഡിവൈഡഡ് ബൈ Z മൈനസ് 1 ആണ് നമുക്കവിടെ കിട്ടുന്നത്. സോ ഫോർത്ത് വൺ ഈസ് എക്സ് ഓഫ് n ഇസ് ഈക്വൽ ടു സൈൻ ഒമേഗ n U ഓഫ് n. എക്സ് ഓഫ് Z ട്രാൻസ്ഫോമിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സമ്മേഷൻ n ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് n ഇൻറ്റു Z റേസ് ടു മൈനസ് n. ഇതാണ് നമ്മളുടെ Z ട്രാൻസ്ഫോം കാണാനുള്ള എക്സ്പ്രഷൻ. സോ ഇതിൽ നമ്മൾ എക്സ് ഓഫ് n പകരമായിട്ട് എന്ത് കൊടുക്കുന്നു, ഈ വാല്യൂ ആണ് കൊടുക്കുന്നത്. സോ സമ്മേഷൻ n ഇസ് ഈക്വൽ ടു, ഇവിടെ U ഓഫ് n ഉള്ളത് കൊണ്ട് തന്നെ മൈനസ് ഇൻഫിനിറ്റി ടു 0 വരെയുള്ള വാല്യൂ നമുക്കവിടെ വാലിഡ് ആവില്ല. സോ ദ ലിമിറ്റ് വിൽ ബി n ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി സൈൻ ഒമേഗ n Z റേസ് ടു മൈനസ് n ആണ് നമുക്കവിടെ കിട്ടുക. നമുക്കറിയാം അക്കോർഡിംഗ് ടു ഓയിലേഴ്സ് ഫോർമുല സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്, ഇ റേസ് ടു ജെ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ ഡിവൈഡഡ് ബൈ 2j ആണ്. ഓക്കെ, സോ ഈ എക്സ്പ്രഷൻ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എക്സ്പ്രഷൻ എങ്ങനെ മാറും, n ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി സൈൻ ഒമേഗ എന്നിന് പകരം നമുക്ക് എന്താക്കി മാറ്റാം, ഇ റേസ് ടു ജെ ഒമേഗ n മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ n ഡിവൈഡഡ് ബൈ 2j ആയിട്ട് മാറ്റാം ഇൻ ടു Z റേസ് ടു മൈനസ് n. ഓക്കെ, സോ ദിസ് വിൽ ബി ഈക്വൽ ടു, ഇതിൽ 1/2j കോൺസ്റ്റന്റ് ആണ്. സോ 1/2j പുറത്തെടുക്കാം. സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു ജെ ഒമേഗ n ആൻഡ് Z റേസ് ടു മൈനസ് n അതിനകത്തേക്ക് കൊണ്ടുവരികയാണ്, Z റേസ് ടു മൈനസ് n. സോ ഇതിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ഇ റേസ് ടു ഒമേഗ n, ഇവിടെ n ഉണ്ട്, ഇവിടെ മൈനസ് n ഉണ്ട്. സോ നമുക്ക് ഇതിനെ എങ്ങനെ ഒന്ന് മാറ്റി എഴുതാം, ഇ റേസ് ടു ഒമേഗ ഇൻറ്റു Z റേസ് ടു മൈനസ് 1 ഹോൾ റേസ് ടു n എന്ന് എഴുതാമല്ലോ. ഓക്കെ, മൈനസ് സെക്കൻഡ് ടേം ആണ്, അതിന് ഞാൻ സമ്മേഷൻ കൊടുക്കുകയാണ്, n ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ആണ്. സോ മൈനസ് ജെ ഒമേഗ n നമ്മളിപ്പോൾ എഴുതുന്നില്ല, Z റേസ് ടു മൈനസ് 1 കൊടുത്തതിന് ശേഷം ഹോൾ റേസ് ടു n എന്ന് കൊടുക്കുകയാണ്. സോ ഇപ്പം നമുക്ക് എന്ത് കിട്ടി, ദിസ് ഇസ് നത്തിങ് ബട്ട് നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള ജിയോമെട്രിക് ഇക്വേഷൻ്റെ ഒരു എക്സ്പ്രഷൻ ആണ്. ഈ ഒരു ഫോമിലാണ് വരിക, 1 പ്ലസ് ആർ സ്ക്വയർ പ്ലസ് എന്നുള്ള ഫോമിലാണ് ഈ എക്സ്പ്രഷൻ ഉള്ളത് അല്ലേ. ദിസ് ഇസ് നത്തിങ് ബട്ട് 1/1 മൈനസ് ആർ. സോ ഈ ഫോമിലുള്ളതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, ദിസ് ഇസ് നത്തിങ് ബട്ട് 1/2j Z ഡിവൈഡഡ് ബൈ Z മൈനസ് ഇ റേസ് ടു ജെ ഒമേഗ എന്ന് നമുക്കിതിനെ എഴുതാം. മൈനസ് സെക്കൻഡ് ടേമിൽ Z ഡിവൈഡഡ് ബൈ Z മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എന്നും നമുക്ക് എഴുതാം. ഇനി നമുക്കിതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. സോ 1/2j Z ഇൻറ്റു Z മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ മൈനസ് Z ഇൻറ്റു Z മൈനസ് ഇ റേസ് ടു ജെ ഒമേഗ ഹോൾ ഡിവൈഡഡ് ബൈ Z മൈനസ് ഇ റേസ് ടു ജെ ഒമേഗ ഇൻറ്റു Z മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ. ഓക്കെ, സോ ഇത് നമ്മൾ എഴുതുകയാണെങ്കിൽ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിൽ Z സ്ക്വയറും ക്യാൻസൽ ആവും. നമുക്ക് എന്ത് വരും, 1/2j ഇൻറ്റു ഈ രണ്ട് ടേമുകളിൽ Z നമ്മൾ കോമൺ എടുക്കുകയാണ്. സോ Z ഇൻറ്റു ഫസ്റ്റ് ടേം ഇത് എഴുതുകയാണ്. സോ ഇ റേസ് ടു ജെ ഒമേഗ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഡിവൈഡഡ് ബൈ ഇതിൽ Z സ്ക്വയർ പ്ലസ് 1 ഞാൻ ആദ്യം എഴുതുകയാണ്. ബാക്കി വരുന്നതിനകത്ത് നിന്ന് Z ഞാൻ കോമൺ എടുക്കുകയാണ്. സോ മൈനസ് Z ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ പ്ലസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ.
സോ ഓയിലേഴ്സ് ഇക്വേഷൻ നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലോ ഇതിൽ മിസ്സിംഗ് ആയിട്ട് വരുന്ന എന്താണ്, ഒരു ഡിവൈഡഡ് ബൈ 2j നമുക്ക് മിസ്സിംഗ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 2j ഡിവൈഡഡ് ബൈ 2j കൊടുക്കുന്നു. അതുപോലെ ഇവിടെ നമുക്ക് എന്താ വരുന്നത്, കോസിന്റെ ഫോമിലാണെങ്കിൽ ഒരു 2 ഡിവൈഡഡ് ബൈ 2 നമ്മളിവിടെ കൊടുക്കുന്നു. ഓക്കെ, ദിസ് മച്ച് ടേം ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് സൈൻ ഒമേഗ എൻ ആൻഡ് ദിസ് മച്ച് ടേം ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് കോസ് ഒമേഗ എൻ. ഇതിലൊക്കെ നമുക്ക് n വരുന്നുണ്ട്. ഞാനിവിടെ n ഇടാൻ വിട്ടുപോയതാണ്. എവരിവെയർ ദിസ് വിൽ ബി n. സോ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഇതിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 1/2j z ഇൻറ്റു ഇത്രയും ടേമിന് പകരമായിട്ട് നമുക്ക് എന്ത് വരും, സൈൻ ഒമേഗ എൻ വരും. ഒരു 2j വരുന്നുണ്ട് ഡിവൈഡഡ് ബൈ z² പ്ലസ് 1 മൈനസ് z കോസ് ഒമേഗ എൻ. ഇത്രയാണ് നമുക്ക് വരുന്നത്. ഇവിടെ ഒരു 2 നമുക്ക് വരുന്നുണ്ട്. സോ ഇതിൽ നമുക്ക് വരുന്ന ഈ 2jയും ക്യാൻസൽ ആവും. ബാക്കി നമുക്ക് എന്താ കിട്ടുക, z സൈൻ ഒമേഗ എൻ ഡിവൈഡഡ് ബൈ z² മൈനസ് 2z കോസ് ഒമേഗ എൻ പ്ലസ് 1 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ദിസ് ഈസ് ദ ആൻസർ ഫോർ ദ z ട്രാൻസ്ഫോം ഓഫ് സൈൻ ഒമേഗ എൻ u ഓഫ് n. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, സ്റ്റേറ്റ് വെദർ ദ സിസ്റ്റം വിത്ത് ഫോളോയിങ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് കോസൽ സ്റ്റേബിൾ. തന്നിരിക്കുന്ന ഈ ഫംഗ്ഷൻ കോസൽ ആണോ സ്റ്റേബിൾ ആണോ എന്നുള്ളത് നോക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ Z ട്രാൻസ്ഫോമിന്റെ പ്രോപ്പർട്ടിയുടെ വീഡിയോ കണ്ട സമയത്ത് അതിൽ നമ്മൾ സിസ്റ്റം കോസൽ ആണെങ്കിലും സ്റ്റേബിൾ ആണെങ്കിലും എന്തൊക്കെ ആയിരിക്കണം എന്ന് നമ്മൾ കണ്ടിരുന്നു. സോ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് ROC പറയുന്നത്, ദിസ് ഈസ് ദ ROC. ഇതിൽ 0.5, this is 0.5 circle. Suppose this is 0.5 circle. ഇത് 0.5ഉം അതുപോലെ this is 2, z is equal to ROC is greater than 0.5 and less than 2. So ഇതിൻ്റെ ഇടയിലുള്ള റീജിയൻ ആണ് നമ്മുടെ ROC എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. സോ നമ്മൾ Z ട്രാൻസ്ഫോമിന്റെ പ്രോപ്പർട്ടി പഠിച്ചിരുന്നു. കോസാലിറ്റി ആവണമെങ്കിൽ ROC ഈസ് ഔട്ട്സൈഡ് ദ ഔട്ടർ മോസ്റ്റ് പോൾ ആണെന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മളുടെ ഔട്ടർ മോസ്റ്റ് പോൾ എന്ന് പറയുന്നത് എന്താണ്, ഈ 2 എന്ന് പറയുന്നതാണ്. ഇതിന്റെ ഔട്ട്സൈഡിലേക്കായിരുന്നു നമ്മുടെ ROC എങ്കിൽ തന്നിരിക്കുന്ന സിസ്റ്റം കോസൽ ആണെന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷെ നമുക്ക് തന്നിട്ടുള്ളതിൽ അങ്ങനെയല്ല വരുന്നത്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ദിസ് ഇസ് എ നോൺ കോസൽ സിസ്റ്റം ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റേബിൾ ആണോ, സ്റ്റെബിലിറ്റിയുടെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്, h of z ഇൻക്ലൂഡ് യൂണിറ്റ് സർക്കിൾ മോഡുലസ് ഓഫ് z ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നതാണ്. മോഡുലസ് ഓഫ് z ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ സർക്കിൾ എന്ന് പറയുന്നത് നമുക്ക് ഇതാണ് അല്ലേ. ഇത് 0.5ഉം 2ഉം ആണെങ്കിൽ ഇതിന്റെ ഇടയ്ക്കുള്ള സർക്കിൾ ആണ് 0.5 എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ സർക്കിൾ. സോ ഈ സർക്കിൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ROC ആണെങ്കിൽ അത് സ്റ്റേബിൾ ആണെന്നാണ് പറയുന്നത്. നമ്മളുടെ സിസ്റ്റത്തിൽ നമുക്ക് തന്നിട്ടുള്ളതിൽ ഈ 0.5 സർക്കിൾ ഇൻക്ലൂഡ് ആകുന്ന ഒരു ROC ആണ്. അതുകൊണ്ട് തന്നെ തന്നിരിക്കുന്ന സിസ്റ്റം ഈസ് എ സ്റ്റേബിൾ സിസ്റ്റം. സോ നോൺ കോസൽ ആൻഡ് സ്റ്റേബിൾ സിസ്റ്റം ആണ് നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണിത്. ഫൈൻഡ് ദ ഇൻവേഴ്സ് Z ട്രാൻസ്ഫോം യൂസിങ് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ്. നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ ഇങ്ങനെയാണ്. സോ ഇതെങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ ഫംഗ്ഷൻ ഒന്ന് ഇങ്ങോട്ട് എടുത്ത് എഴുതാണ്. ഈ ഫംഗ്ഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ നമ്മളിതിനെ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമുള്ള രീതിയിലേക്ക് ഞാൻ കൊണ്ടുവരാണ്. സോ ദിസ് ഇക്വേഷൻ വിൽ ബിക്കം ലൈക്ക് ദിസ്. 0.25 എന്ന് പറയുന്നതിന് I am substituting like 1/4 z raised to minus 1 divided by 1 minus 1/2 z raised to minus 1 into 1 minus 1/4 z raised to minus 1. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് വെച്ച് കാണുന്നത്. വിച്ച് വിൽ ബി ഈക്വൽ ടു a divided by 1 minus 1/2 z raised to minus 1 plus b divided by 1 minus 1/4 z raised to minus 1. ഇതിനെ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസറായി.
ഇതിൽ നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടുക? ദാറ്റ് ഈസ് 1/4 z⁻⁻1 വിച്ച് ഈസ് ഈക്വൽ ടു a ഇൻറ്റു 1 മൈനസ് 1/4 z⁻⁻1 പ്ലസ് b ഇൻറ്റു 1 മൈനസ് 1/2 z⁻⁻1. ഇതിൽ നമ്മൾ z ഇൻവേഴ്സ് എന്ന് പറയുന്നതിന് 4 കൊടുക്കാമെന്ന് വിചാരിക്കുക. ഇഫ് z ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 4 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? b ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? -1 ആണ് നമുക്ക് കിട്ടുന്നത്. സിമിലർലി ഇഫ് z ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 2 ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? we are getting a is equal to 1. ഓക്കെ, ഇനി നമുക്ക് ഈ എയുടെയും ബിയുടെയും വാല്യൂ നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എന്ത് കിട്ടും? എക്സ് ഓഫ് z ഇസ് ഈക്വൽ ടു എയുടെ വാല്യൂ എന്താണ്? 1/1 മൈനസ് 1/2 z⁻⁻1 മൈനസ് 1/1 മൈനസ് 1/4 z⁻⁻1. സോ ഇൻവേഴ്സ് z ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് z എന്താണ് നമുക്ക് കിട്ടുക? 1/1 മൈനസ് 1/2 z⁻⁻1 അതെന്ന് പറയുന്നത് എന്താണ്? a⁻n u of n where a is 1/2. so 1/2 all raised to n u of n minus 1/4 all raised to n u of n. This is our answer.